നേപ്പാളിലെ ആഭ്യന്തര വിഷയം, അതായത് നേപ്പാളിലുണ്ടായിട്ടുള്ള ആ ജെൻസി പ്രക്ഷോഭം എന്ന് പറയുന്ന വിഷയത്തെ നമ്മളെല്ലാവരും തന്നെ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിത്. പക്ഷേ അതിന് സമാനമായ സാഹചര്യം നമ്മുടെ രാജ്യത്തും നടക്കുന്നുണ്ട് എന്നുള്ളത് എത്ര പേർക്കറിയാം? നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വെറുതെ കണ്ണോടിച്ചിട്ട ഒരു വാർത്തയുണ്ട്. എൻഐഎ രാജ്യവ്യാപകമായിട്ട് അതായത് രാജ്യവ്യാപകമായിട്ട് റെയ്ഡുകൾ മറ്റും നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ ഈ വാർത്ത കണ്ടു, ജസ്റ്റ് ഒന്ന് വായിച്ചു, ഓ, എൻഐഎ പതിവ് പോലെ നടത്തുന്നു, അതങ്ങ് ആ വഴിക്ക് പൊയ്ക്കോളൂ എന്നുള്ള രീതിക്കാണ് എല്ലാവരും ഉണ്ടായത്. പക്ഷേ കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ ദിവസം വന്ന വാർത്തയനുസരിച്ച് ഈ എൻഐഎ നടത്തിയിട്ടുള്ള റെയ്ഡ് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ്, കർണാടക, തമിഴ്നാട്, ജമ്മു കാശ്മീർ എന്നിങ്ങനെ 21ഓളം സ്ഥലങ്ങളിൽ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഏതാണ്ട് രാജ്യവ്യാപകമായി തന്നെയാണ്. കൂടാതെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും ഒക്കെയും ഇത്തരത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോരോ ഡാറ്റകളായിട്ട് നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ജിഹാദി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് സ്വരൂപിക്കുന്നു, അതിനുവേണ്ടി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് എൻഐഎ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇത് ചുമ്മാ അങ്ങ് പറയുകയല്ല. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരാളെ ഈ പറയുന്നത് പോലെ മുംബൈയിലെ കുർള സർക്കിളിലെ കസൈവാഡയ്ക്ക് സമീപം 35 വയസ്സുള്ള ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്ത. മുഹമ്മദ് അഖ്ലിഖ് മുജാഹിദ്, കുറച്ച് ബുദ്ധിമുട്ടുള്ള പേരാണേ. അപ്പോൾ ഇങ്ങനെയാണ് അയാളുടെ പേര് എന്ന് പറയുന്നത്. നമുക്ക് അയാളെ മുഹമ്മദ് എന്ന് വിളിക്കാം. അയാളെ തിരിച്ചറിഞ്ഞു. ഇയാളുടെ ഡിജിറ്റൽ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഐസിസ് പ്രചാരണ ശൃംഖലകളുമായിട്ട് ഇയാൾക്കുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെയും മണിക്കൂറുകളോളമാണ് എൻഐഎ സംഘം ചോദ്യം ചെയ്തത് എന്നുള്ളതാണ്. ഇയാൾക്ക് നിരോധിത തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ടും അനുഭാവി ഗ്രൂപ്പുകളുമായിട്ടും ഒക്കെ അടുപ്പമുണ്ട്. മാത്രമല്ല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇവർക്ക് വേണ്ടി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തകളുമൊക്കെ വന്നിരുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യലിനു ശേഷം ഇയാളെ വിട്ടയച്ചു എന്ന് പറയുമ്പോൾ ഇയാൾ എൻഐഎയുടെ കൺവെട്ടത്ത് തന്നെയുണ്ട്. എന്തിനു വിട്ടയച്ചു എന്നുള്ളതല്ല, ഇയാളുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി തന്നെയാകണം എൻഐഎ ഇയാളെ വിട്ടയച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്കിലും ഫോൺ രേഖകളുണ്ട്, എൻക്രിപ്റ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ചാറ്റുകളുണ്ട്, ഓൺലൈൻ ഇടപാടുകൾ എന്നിവയുൾപ്പെടെയുള്ള ഈ പറയുന്ന മുഹമ്മദിൻ്റെ ഡിജിറ്റൽ എല്ലാ ഇടപാടുകളും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ റെയ്ഡിൽ നിരവധി മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഹാർഡ് ഡ്രൈവുകൾ കൂടുതലായിട്ട് സ്ഥിരമായി കണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ഇയാളെ യുവാക്കളെ തീവ്രവാദത്തിലേക്കൊക്കെ നയിക്കാനും ഇന്ത്യയിൽ സ്ലീപ്പർ സെല്ലുകൾ സൃഷ്ടിക്കാനും മുജാഹിദ് പാകിസ്ഥാനിലെയും സിറിയയിലെയും കൂട്ടാളികളുമായിട്ട് ഗൂഢാലോചനയൊക്കെ ഇയാൾ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകളാണ്. നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങുന്നു എന്ന് പറയുമ്പോഴും ഏത് സമയവും നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, നേപ്പാളിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്നിപ്പോൾ വായിച്ച് വന്നത് എന്ന് പറയുന്നത്, പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയിട്ടുള്ള ഒരു തീവ്രവാദിയെ പിടികൂടി എന്നുള്ളതാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഖിലാഫത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ സ്ലീപ്പർ സെല്ലിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ ബോംബുകളെല്ലാം അസംബിൾ ചെയ്യുക, പ്രൊക്യൂറിങ് വെപ്പൺസ്, റിക്രൂട്ടിംഗ് യൂത്ത് അണ്ടർ പാകിസ്ഥാൻ ഖിലാഫത്ത്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടി പ്രവർത്തിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ വെറുതെ പോലും ചിന്തിക്കരുത്, യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, യാതൊരു അറിവുമില്ലാത്തവരെ അല്ല ഇപ്പോൾ ഇത്തരത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെയും തേടി പിടിക്കുന്നത്. അവർക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. അവർ വിദ്യാഭ്യാസമുള്ള യുവാക്കളെ പലതും വാഗ്ദാനം നൽകി ഇതിലേക്ക് കൊണ്ടുവരികയാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇന്നും ഇപ്പോൾ വന്ന വാർത്ത എന്ന് പറയുന്നത്, വലിയ രീതിയിൽ ഒരു ആക്രമണം നടത്താൻ തയ്യാറെടുത്തിരുന്ന ഗ്രൂപ്പിനെ പിടികൂടി എന്നുള്ളതാണ്. അതും കെമിക്കൽ വെപ്പൺസ് വെച്ചിട്ട്, രാസായുധങ്ങൾ വെച്ചിട്ട്
കൂടെയാണ് ഈ ISS ഭീകരരെ രഹസ്യാന്വേഷണ സംഘം പിടികൂടിയിട്ടുള്ളത്. ഡൽഹി, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, തെലങ്കാന എന്നിവിടങ്ങളിലായിട്ട് 5ഓളം പേരെയാണ് ഈ പിടികൂടിയതായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ആദ്യത്തേത് ഈ പറയുന്ന ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ അറസ്റ്റിലായിട്ടുള്ളവര് അഫ്താബ്, അബു സൂഫിയാൻ എന്ന് പറയുന്ന 2 ഭീകരരാണ്. മറ്റൊന്ന് റാഞ്ചിയിൽ നിന്ന് അഷർ ഡാനിഷ് എന്ന് പറയുന്നയാളാണ്. മറ്റൊന്ന് മധ്യപ്രദേശിൽ നിന്ന് ഖമ്രാൻ ഖുറേഷി എന്ന് പറയുന്നത്. നല്ല ഖുറേഷിയൊക്കെ എല്ലാവർക്കും ഇപ്പോൾ നല്ല ഓർമ്മ കാണും. എബ്രഹാം ഖുറേഷി മറക്കില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള വീരാരാധനയൊക്കെ നടത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ പേരെന്തായാലും മറക്കില്ല മലയാളി. കൂടാതെ ഹുസൈഫ് യമൻ, അയാളെ തെലങ്കാനയിൽ നിന്നാണ് പിടികൂടിയിട്ടുള്ളത്. അപ്പോൾ ഈ അഷർ ഡാനിഷ് എന്ന് പറയുന്നയാളാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയിട്ടുള്ളത്. ഇയാള് ഗസ്വ എന്ന ഒരു രഹസ്യ പേരിലാണ് ഇവിടെ നടന്നിട്ടുള്ളത്, വിദ്യാർത്ഥിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. റാഞ്ചിയിൽ വിദ്യാർത്ഥിയായി വേഷം മാറി നടക്കുകയായിരുന്നു. അങ്ങനെ ISSന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇയാളിൽ നിന്ന് പിസ്റ്റളും ഒന്നിലധികം ഡിജിറ്റൽ ഉപകരണങ്ങളും ഒക്കെ പിടികൂടി എന്ന് പറയുന്നുണ്ട്. കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി പിടികൂടിയിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് പിടികൂടി, നൈട്രിക് ആസിഡ്, സോഡിയം ബൈകാർബണേറ്റ്, സൾഫർ പൊടി, ബോൾ ബെയറിങ്ങുകൾ, pH വാല്യൂടെ ചെക്കറുകളുണ്ടല്ലോ, ആ ചെക്കറുകൾ, വെയിങ് മെഷീൻ, ബീക്കർ, കയ്യറുകൾ, ഈ ശ്വസന മാസ്കുകൾ, അതായത് ഇത്തരത്തിലുള്ള രാസായുധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു മാസ്ക് കണ്ടിട്ടുണ്ടാവും എല്ലാവരും. ആ മാസ്കുകൾ, വയർഡ് എക്യുപ്മെന്റ്സ് എല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട് ഈ പിടികൂടിയത്. അതായത് ഇംപ്രവൈസ്ഡ് സ്ഫോടക വസ്തുക്കൾ, IEDയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം ഉപകരണങ്ങളും പൊടികളും എല്ലാ ആസിഡുകളും രാസായുധം എല്ലാം തന്നെ ഇവരിൽ നിന്ന് പിടികൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അറ്റാക്കാണ് ഇന്ത്യയിൽ നടത്താനായിട്ട്, വലിയ രീതിയിൽ, അതാണ് ആദ്യമേ പറഞ്ഞത്, ലാർജ് സ്കെയിൽ അറ്റാക്സ് ആണ് ഇവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്, അതും രാസായുധ പ്രയോഗങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചങ്ക് പിളർക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. ഈ ദക്ഷിണേഷ്യയിൽ മുഴുവനും ISISന്റെ സ്വാധീനം വ്യാപിപ്പിക്കുന്നതിനും ഈ പ്രദേശങ്ങളൊക്കെ കൈവശപ്പെടുത്തുക ഖിലാഫത്ത് ഒരിക്കലൊരു ഖിലാഫത്ത് പ്രസ്ഥാനം വന്നിട്ടാണ് വാരിയംകുന്നനൊക്കെ ഇവിടെ അഴിഞ്ഞാടിയത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും ഖിലാഫത്തുമായിട്ട് വരികയാണ് പാകിസ്ഥാനൊക്കെ. ഈ പാകിസ്ഥാൻ വരുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ കയ്യിൽ ഫണ്ടുകൾ കൊടുത്ത് ആരാണ് ഇതിലേക്ക് ഇറക്കി വിടുന്നത് എന്നുള്ള ഒരു ചിന്ത കൂടി നമുക്ക് പോകണം. അപ്പോൾ ഈ വാർത്തകളെ ഒന്നും നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് നേപ്പാളിൽ ഉണ്ടായിട്ടുള്ള ജെൻസി പ്രക്ഷോഭത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അടുത്തത് ഇന്ത്യയോ എന്നുള്ള ചോദ്യം എല്ലാവരും ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയോ എന്നുള്ള ചോദ്യം നമ്മൾ ഉയർത്തുന്നതിന് മുമ്പ് നമ്മുടെ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള റെയ്ഡുകൾ നടത്തുകയും ഇത്തരത്തിലുള്ള ISIS ഭീകരരെ പിടികൂടുകയും ചെയ്യുമ്പോൾ ലക്ഷ്യം ഇന്ത്യ കൂടി ആയിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വാർത്തകൾ വെറുതെ വായിച്ചു തള്ളാനുള്ളതല്ല. ഇനി ഇവരുടെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ആരൊക്കെ ഉയർന്നു വരുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെ. പക്ഷേ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് അത്. ചെറിയ ചെറിയ വാർത്തകളാക്കി ചുരുക്കി പത്രങ്ങളിലുമൊക്കെ കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു മാധ്യമം ഈ ഒരു വാർത്ത വേണ്ട പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ടോ? അത് നൽകിയിട്ടില്ല. എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ അറിയാം. ഇത്രയധികം ഭീകരരെ പിടികൂടിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്ത, രാഹുൽ ഗാന്ധി പറയുന്ന അവിവേകത്തിൻ്റെ എന്താ പറയുക മാലക്കെട്ട്, സോണിയാഗാന്ധിയുടെ രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ, ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ രാജ്യത്തും വീണ്ടും ISISന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. ഖിലാഫത്തിന് വേണ്ടി അവർ പോരാടാൻ ഒരുങ്ങുന്നു. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ഒരുങ്ങുന്നു. ഏതെങ്കിലും ഒരു സ്പേസിൽ നമുക്കൊരു സ്ഫോടനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്ന വിപത്ത് എന്തായിരിക്കും? അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് മുന്നേ കൂടി. അപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസി നമ്മുടെ ഭരണകൂടത്തെ കൃത്യമായി അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടിയാലോചനകൾ നടത്തി രാജ്യവ്യാപകമായിട്ട് 21ഓളം സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ 21 സ്റ്റേറ്റ്സ് എന്നുള്ളത്
അവരുടെ ഔദ്യോഗികമായിട്ടൊരു കണക്ക് പറയുകയാണ്. പക്ഷേ രാജ്യത്തുടനീളം ഇത്തരത്തിലുള്ള റെയ്ഡുകൾ NIA നടത്തുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് വേണ്ടുന്ന അനുമതി നമ്മുടെ ഭരണകൂടം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഖിലാഫത്തിന് വേണ്ടി പൊട്ടിത്തെറിക്കാൻ തയ്യാറായ ചാവേറുകൾ നമ്മുടെ നാട്ടിലെത്തിയിട്ട് പണി തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഓരോ പണിയാൻ വേണ്ടി വന്നവനെയും പിടികൂടി അവന് വേണ്ടുന്ന ശിക്ഷ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ രാജ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.